നമസ്കാരം. സുധാകരൻ പിടിച്ച പുലിവാല്. നമ്മുടെ സഖാവ് ജി സുധാകരൻ ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണെന്നതിൽ സംശയമൊന്നുമില്ല. കേരളത്തിലെ നവസഖാക്കളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു ഒരു കാലത്ത് ആലപ്പുഴക്കാരൻ സുധാകരൻ. പക്ഷെ പ്രായത്തിൻ്റെ പേരിൽ പാർട്ടിയിലെ സ്ഥാനങ്ങളൊക്കെ പാർട്ടി തിരിച്ചെടുത്തതിന് ശേഷം സുധാകരൻ സഖാവ് റിബലായി, പാർട്ടിയിലെ ഒറ്റയാനായി. പിണറായിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കൊണ്ടേയിരുന്നു. അത് പിണറായിക്കും പാർട്ടിക്കാർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ മനസ്സിൻ്റെ ഒരു കോണിൽ ഒതുക്കി വെച്ചു പിണറായി വിജയൻ. അവസരം വരുമ്പോൾ തിരിച്ചടിക്കാമെന്ന വ്യവസ്ഥയിൽ സ്വയം സമാധാനിച്ചു. അങ്ങനെ അവസരം കാത്തിരിക്കുമ്പോഴാണ് ജി സുധാകരൻ ഇതാ ഇങ്ങനെ ഒരു വെടിപൊട്ടിക്കുന്നത്, അതും ഒരു പൊതുവേദിയിൽ. അതൊന്ന് കേൾക്കാം. ഈ ഇലക്ഷൻ പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ തെന്നിയുടെ അത് വേറെയാണ് നോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയത്തില്ല, ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുക. അല്ലെ തരരുത് നമ്മുടെ കയ്യിൽ. നമ്മുടെ ചെയ്താലെന്താ? നേരിട്ട് പോസ്റ്റ് ചെയ്തു. നിങ്ങളുടെ എല്ലാം MSCPയുടെ വലിയ നേതാവായിരുന്ന KS ദേവദാസിന് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല. അദ്ദേഹത്തെ ഒരു മനുഷ്യനും അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല. അവിടുന്ന് രാമേന്ദ്രൻ പിള്ള എല്ലാം കൂടെ പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഏറ്റുവാങ്ങണം. വെറും 11,000 വോട്ടിനാണ് തോറ്റത്. സുജാത 70,000 വോട്ടിന് തോറ്റെടുത്ത്, ആര്യപ്പ് 70 തോറ്റെടുത്ത് വെറും 11,000 തോറ്റത്. അത്ര വലിയ പ്രവർത്തനമായിരുന്നു. എന്റെ ഗുരുദാസന ഓട്ടെന്നും പറഞ്ഞൊരു ഇതടിച്ച് എല്ലാ വീടിന്റെ ഭിത്തിയാലും ഒപ്പിച്ചു കൊടുത്തു. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ്. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് പോസ്റ്റർ ബാലറ്റ് ഇട്ടു സാറിന്. അപ്പൊ എല്ലാം ദേശീയായിട്ട് ഞങ്ങൾ പൊട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. മനസ്സിലായല്ലേ? അതൊക്കെ തെറ്റായ കാര്യം. NGO-യിൽപ്പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടന ഇത് പറയുന്നത്. രാഷ്ട്രീയമില്ല നിങ്ങളുടെ സംഘടനയ്ക്ക്. ഏത് പാർട്ടിപ്പെട്ടവർക്കും ചെയ്യാം. അതങ്ങനെ പറയണം. ഞാൻ ഇന്നാർക്കാണ് വോട്ട് ചെയ്യുന്നത്. അതിനെന്താ പറഞ്ഞ ബഹുജന സംഘടനയിൽപ്പെട്ടവരെല്ലാം CPM-ന്റെ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ മിക്കവാറും ചെയ്യുമല്ലോ. ഇവിടെ 100% ചെയ്യുന്നുണ്ട്. എവിടെയാ? 95% ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടേത് 85-80 വരും. അതാരുടെ കുറ്റമല്ല, അത് കുറ്റപ്പെടുത്താനല്ല. പക്ഷെ ഒട്ടിച്ചു തന്നാൽ ആരും അറിയില്ല എന്ന് കരുതരുത്. പാർട്ടിയുടെ ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി. എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി. ഞാൻ റേഷൻ കമ്മിറ്റി സെക്രട്ടറി അജാദാസിന്റെ, ഞാനാ സെക്രട്ടറി. അപ്പോ ഞങ്ങൾ ഇട്ടു. അതിനൊന്നും യാതൊരു ആവശ്യമില്ല. ഒരു യൂണിയൻ മെമ്പർ ആയതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊന്നും നിങ്ങളെങ്ങും മാറ്റിവെക്കണ്ട. പക്ഷെ യൂണിയൻ നിന്നുകൊണ്ട് യൂണിയനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് യൂണിയന്റെ നയവും രാഷ്ട്രീയവും അംഗീകരിക്കുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കിട്ടൂ. എന്നാൽ യൂണിയന്റെ നയങ്ങളുടെ അംഗീകരിച്ച് യൂണിയൻ പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയം അതിൽ പറയുന്നില്ല. പുരോഗമന രാഷ്ട്രീയം പറയുന്നത്. അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ധൈര്യമുള്ളവരും സത്യസന്ധരും നിർഭയരുമായിരിക്കും. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ധാരണ അനുസരിച്ച്. അതൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് തുറന്ന് സമൂഹത്തോട് പറയാനും തുറന്നു പറഞ്ഞുകൊണ്ട് സഹകരിക്കാനും. അല്ലെങ്കിൽ ബഹുജന പ്രസ്ഥാനത്തിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ കാണൂ. അതേപോലെ പാർട്ടി പോലും ബഹുജന പ്രസ്ഥാനം എന്തിനാ? ഇതാണ് സഖാവിനെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്ന മുൻമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ ജി സുധാകരന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജനപ്രാതിനിധ്യ നിയമത്തിലെ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തുടങ്ങി. 1989 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയെന്നായിരുന്നു ബുധനാഴ്ച സുധാകരൻ പ്രസംഗിച്ചത്. പ്രസംഗം തിരുത്തിയെങ്കിലും നിയമ നടപടി തുടരാനാണ് നീക്കം. വിശദ നിയമോപദേശം കേട്ട ശേഷമാകും കേസിൽ തീരുമാനമെടുക്കുക. 1989 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ തപാൽ ബാലറ്റ് പൊട്ടിച്ച് വോട്ട് തിരുത്തിയെന്ന് NGO യൂണിയൻ സമ്മേളനത്തിലാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. സുധാകരന്റെ വിശദീകരണം CPM-ഉം തള്ളിയിരിക്കുകയാണ്. സുധാകരനും നിലപാട് മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ ഈ സാഹചര്യത്തിൽ കേസ് വന്നാലും സുധാകരൻ മാത്രമേ പ്രതിയാകൂ എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. 1951 ജനപ്രാതിനിധ്യ നിയമം 136, 128, 135, 135A ഉൾപ്പെടെയുള്ള വകുപ്പുകളും
1961 തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളും ഭാരതീയ ന്യായ സംഹിത, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളും അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാലറ്റിലെ കൃത്രിമത്തിനെതിരെ ജനപ്രാതിനിധ്യ നിയമം 136 പ്രകാരം 2 വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ കിട്ടാം. രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തിയതിനെതിരെ 128 പ്രകാരം 3 മാസം തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ് ശിക്ഷ. 135A പ്രകാരം 1 മുതൽ 3 വർഷം വരെയാണ് ശിക്ഷ. ബൂത്ത് പിടുത്തത്തിനുള്ള കുറ്റമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. 1961 തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടപ്രകാരവും ശിക്ഷ കിട്ടാം. കേസെടുത്താലും സുധാകരന് ജാമ്യം കിട്ടുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കേസെടുത്താലും ഉടൻ ജയിലിൽ പോകേണ്ടി വരില്ല. അതിനിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആരും തപാൽ ബാലറ്റ് തിരുത്തിയിട്ടില്ല എന്ന് 1989 ആലപ്പുഴ ലോക്സഭാ മണ്ഡലം LDFന്റെ സ്ഥാനാർത്ഥിയും മുൻ ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാവുമായിട്ടുള്ള KV ദേവദാസ് പ്രതികരിക്കുകയും ചെയ്തു. അക്കാലത്ത് സുധാകരൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു എന്നും ആരെങ്കിലും എന്തെങ്കിലും പിഴവ് കാട്ടിയിട്ടുണ്ടോ എന്ന് സുധാകരനും അറിയണമെന്നില്ലെന്നുമാണ് ദേവദാസ് പറഞ്ഞത്. എന്നാലിപ്പോൾ സുധാകരൻ തൻ്റെ വെളിപ്പെടുത്തലുകൾ പാടെ നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും താൻ തപാൽ ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ല എന്നുമൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാദം ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ലേശം ഭാവന കലർത്തി പറഞ്ഞത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയതാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഒരല്പം കൗശലക്കാരനാണ് സുധാകരൻ. എന്നാൽ ശക്തമായിട്ടുള്ള നടപടികൾക്ക് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. അമ്പലപ്പുഴ തഹസീൽദാർ സുധാകരൻ്റെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയും ചെയ്തു. കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു. 36 വർഷം മുൻപത്തെ സംഭവമായതിനാൽ വിശദമായ അന്വേഷണം വേണ്ടിവരും. അമ്പലപ്പുഴ തഹസീൽദാർക്ക് നൽകിയ മൊഴിയിലും വിവാദ പരാമർശം സുധാകരൻ തിരുത്തുകയുണ്ടായി. ബാലറ്റ് തിരുത്തൽ നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം വിവാദ പ്രസംഗത്തിൻ്റെ വീഡിയോ തെളിവായി നിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി തുടരുക തന്നെ ചെയ്യും. സുധാകരൻ മാറ്റിപ്പറഞ്ഞതോടെ കേസിൻ്റെ ഭാവി സംശയത്തിലാണ്. കമ്മീഷൻ പറയുന്ന വകുപ്പുകൾ ചുമത്തി കുറ്റം തെളിഞ്ഞാൽ 3 വർഷം വരെ സുധാകരന് ശിക്ഷ ലഭിക്കാം. വല്ല കാര്യവുമുണ്ടോ ഈ സുധാകരൻ സഖാവിന്? വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വച്ച പോലെയായി ഇപ്പോഴത്തെ സഖാവിൻ്റെ അവസ്ഥ എന്ന് പറയപ്പെടുന്നത്. പിണറായിയോടുള്ള തീർത്താൽ തീരാത്ത അരിശം, ആ അരിശമൂത്ത് എന്തും എവിടെയും വിളിച്ചു പറയുന്ന ഒരേ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് താനാണെന്ന ഒരു വല്ലാത്ത അഹങ്കാരം ഉണ്ടായിരുന്നു സുധാകരൻ സഖാവിന്. അതിപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ജയിലിൽ പോകേണ്ടി വരുമോ എന്ന പേടിയിലാണ് പറഞ്ഞതൊക്കെ ഇപ്പോൾ മാറ്റി പറയുന്നതും. തരം കിട്ടുമ്പോഴൊക്കെ പാർട്ടിയിൽ ഒതുക്കപ്പെട്ടതിൻ്റെ പരിഭവം സുധാകരൻ പിണറായിയോട് തീർക്കാറുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷൻ, റെഡ് ക്രോസ് സൊസൈറ്റി എന്നിവ ചേർന്ന് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ആരോഗ്യ സെമിനാറിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സുധാകരൻ പറഞ്ഞത് സ്വയം പുകഴ്ത്തുന്നതിൽ ഏർപ്പെടുന്ന കേരളത്തിൻ്റെ പ്രവണതയെ വിമർശിച്ചുകൊണ്ടാണ്. എല്ലാത്തിലും 1-ാം നമ്പർ എന്ന നിരന്തരമായ അവകാശവാദം സംസ്ഥാനം അവസാനിപ്പിക്കണമെന്നും സംസ്ഥാനം മുൻപന്തിയിലാണെന്ന് അവകാശപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുമാണ് സഖാബ് ചോദിച്ചത്. ഇതൊക്കെ ഇടതുപക്ഷ ക്യാമ്പിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച പരാമർശങ്ങളായിരുന്നു. അതുപോലെ ഒരു MLAയുടെ മകൻ ഉൾപ്പെട്ട മയക്കുമരുന്ന് വിവാദത്തെക്കുറിച്ചും സജി ചെറിയാനെതിരെയൊക്കെയായിട്ട് ഒട്ടനവധി പരാമർശങ്ങൾ സുധാകരൻ നടത്തുകയും ചെയ്തു. അതുപോലെ ആരോഗ്യമേഖലയെ അടക്കം വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തി. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സാധാരണക്കാർക്ക് ഒരു പ്രയോജനവും നൽകില്ല എന്നും ഒപ്പം തന്നെ ദരിദ്രർക്ക് ആരോഗ്യ സംരക്ഷണം സംവിധാനം കൂടുതൽ അപ്രാപ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുമൊക്കെ സുധാകരൻ തുറന്നടിച്ചു. ഇതെല്ലാം ചെന്നു തറയ്ക്കുന്നത് പിണറായി വിജയൻ്റെ നെഞ്ചിലാണ് എന്ന് മാത്രം. പാർട്ടി കോൺഗ്രസിൽ MA ബേബിയെ CPM ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തിയതിനെക്കുറിച്ച് സുധാകരൻ പറഞ്ഞത് പാർട്ടി യോഗ്യനായ ഒരു നേതാവിനെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു എന്നാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മൊണ്ണകളാണ് എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആർക്കായാലും കുരുപൊട്ടിപ്പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിണറായിയെ ലക്ഷ്യം വെച്ച് തൊടുക്കുന്ന അസ്ത്രങ്ങളാണ് എല്ലാം. അത് കൃത്യമായി കൊള്ളുന്നുണ്ട് വിജയൻ്റെ നെഞ്ചിൽ. പക്ഷേ വിജയനും ഒരു അവസരത്തിനായി കാത്തിരുന്നതാണ്. അതാണിപ്പോൾ പിണറായിയുടെ കൈവെള്ളയിൽ കൊണ്ട് വെച്ചുകൊടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് എന്തായാലും ഒരു തരത്തിലുമുള്ള സംരക്ഷണവും
നൽകില്ല സുധാകരൻ സഖാവിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കുരുക്കിൽ നിന്നും എങ്ങനെ പുറത്തു ചാടാൻ കഴിയുമെന്ന വേവലാതിയിൽ സുധാകരൻ സ്ഥാനം നഷ്ടപ്പെട്ട കാലം മുതൽ പാർട്ടിയെയും സംസ്ഥാന സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയെയും കണ്ണിൽ കണ്ടവരെയൊക്കെ തെറി പറഞ്ഞതിലിപ്പോൾ കുണ്ഠിതപ്പെടുന്നുണ്ടാകാം. എന്നിട്ട് പിണറായിയുടെ മഹത്വം വാഴ്ത്തുപാട്ടുകളായോ സ്വന്തം ചങ്കിൽ നിന്നും കുറിച്ചെടുത്ത കവിതകളായോ പാടിപ്പുകഴ്ത്താൻ തുടങ്ങുമായിരിക്കും ഇനിയുള്ള കാലം. കാരണഭൂതനാണ് പിണറായി എന്ന് പറയേണ്ടി വരുമോ പുലിവാല് പിടിച്ച സുധാകരൻ സഖാവിന് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുവാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.